നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിനെ രക്ഷപ്പെടുത്താനും ആ വീടിനെ നശിപ്പിക്കാനും ഒരുപോലെ കഴിയുന്ന ഇടമാണ് ആ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. അതായത് അടുക്കളയിൽ ചില വസ്തുക്കൾ ഇരിക്കുന്ന സ്ഥാനം അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ, തെറ്റായ സ്ഥാനത്താണ് ചില വസ്തുക്കൾ അടുക്കളയിൽ വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട് മുടിയാൻ, ആ വീട് നശിക്കാൻ, ആ വീട്ടിൽ ദുഃഖവും ദുരിതങ്ങളും ഉണ്ടാവാൻ, വീട്ടിൽ മനസ്സമാധാനം ഇല്ലാതാവാൻ ഒക്കെ ഇത് കാരണമാകും. എന്നാൽ സ്ഥാനത്താണ് വസ്തുക്കൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിന് അത് എല്ലാ തരത്തിലും ഐശ്വര്യം നൽകുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുക്കളയിൽ ഒരു കാരണവശാലും സ്ഥാനം തെറ്റി ഇരിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചാണ്. പല വീടുകളിലും ഈ വസ്തുക്കൾ സ്ഥാനം തെറ്റിയാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ സ്ഥാനം അല്ലെങ്കിൽ അതങ്ങനെ വയ്ക്കാൻ പാടില്ല എന്നുള്ളത് പലർക്കും അറിയില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇന്ന് പറയുന്ന വസ്തുക്കൾ തെറ്റായ സ്ഥാനത്താണ് വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് മാറ്റുക. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാരൻ വാസ്തുദോഷമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ, അത് എങ്ങനെയൊക്കെയാണ് വയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുക്കളയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തു എന്ന് പറയുന്നത് അടുപ്പാണല്ലേ. ഗ്യാസ് ആയാലും ഇലക്ട്രിക് സ്റ്റൗ ആയാലും ഒക്കെ നമ്മുടെ അടുപ്പ് തന്നെയാണത്. ഈ ഒരു കാര്യം ഞാൻ മുന്നേയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ട് നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലെ അടുപ്പ് വരാൻ പാടില്ല. ഇന്ന് പല വീട്ടിലും അടുപ്പല്ല ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാസ് ആണെങ്കിലും അങ്ങനെ വെക്കാൻ പാടില്ല. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇക്കാര്യം പറഞ്ഞ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് സ്റ്റൗ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് സൗകര്യാർത്ഥം ഇങ്ങനെ തെക്ക് വശത്തേക്ക് നോക്കി പാചകം ചെയ്യുന്ന രീതിയിൽ വയ്ക്കാറുണ്ട്. അത് വീണ്ടും തിരിച്ചെടുത്ത് അതിൻ്റെ യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളത്. നിങ്ങൾ അല്പം വെള്ളം തിളപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും തെക്ക് ഭാഗത്തേക്ക് നോക്കി അത് ചെയ്യാനായിട്ട് പാടില്ല. അടുപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വസ്തുവാണെങ്കിലും, അത് ഗ്യാസ് ആയിക്കൊള്ളട്ടെ ഇലക്ട്രിക് സ്റ്റൗ ആയിക്കൊള്ളട്ടെ, ഒരു മിനിറ്റ് നേരത്തേക്കാണെങ്കിൽ പോലും നമ്മൾ തെക്ക് വശത്തേക്ക് ദർശനമായിട്ട് നിന്നുകൊണ്ട് പാചകം ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അടുപ്പുകൾ തെക്ക് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ പാചകം ചെയ്യേണ്ട രീതിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റിയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് കാരണം വന്നു ഭവിക്കും. രോഗങ്ങളായിരിക്കും വീട്ടിലുള്ളവർക്ക്. വീട്ടമ്മയ്ക്ക് എപ്പോഴും അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ദുഃഖ ദുരിതങ്ങൾ ഒഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി അടുത്ത ഒരു കാര്യം, ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ കണ്ണാടി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. കണ്ണാടി വയ്ക്കുന്നത് കൊണ്ട് തെറ്റില്ല, അടുക്കളയിൽ കണ്ണാടി വയ്ക്കാവുന്നതാണ്. പക്ഷേ അഗ്നി പ്രതിഫലിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും കണ്ണാടി വയ്ക്കരുത്. അതായത് നിങ്ങൾ ഗ്യാസ് ആയാലും അടുപ്പായാലും ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ തീ കത്തിച്ചു കഴിഞ്ഞാൽ ആ തീ ഈ കണ്ണാടിയിലേക്ക് കാണാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ സ്ഥാനം മാറ്റണം. മറ്റെവിടെയും നിങ്ങൾക്ക് കണ്ണാടി വയ്ക്കാം, പക്ഷേ ഈ ഒരു തീ നിങ്ങൾ അതിലേക്ക്, ആ ഒരു അഗ്നി നിങ്ങൾ കണ്ണാടിയിലേക്ക് കാണാനായിട്ട് പാടില്ല. ആ ഒരു കാര്യം വളരെയധികം പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് മുറമാണ്. പൊട്ടിയതോ ഹോള് വീണതോ അതുപോലെ തന്നെ പൊടിഞ്ഞു പോയതോ ആയിട്ടുള്ള മുറം സൂക്ഷിക്കുന്ന ഒരുപാട് വീട്ടുകാരെ കണ്ടിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഒരു വീടായാൽ ആ വീട്ടിൽ മുറം വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയതായാലും സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഉപയോഗം കുറവാണ്. ഇപ്പോൾ പൊട്ടിയതാണെങ്കിലും വീട്ടിൽ മുറം ഉണ്ടാവുമല്ലോ, അതവിടെ നിൽക്കട്ടെ എന്ന് കരുതും. മൂദേവി വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഈ ഹോളു വീണ അല്ലെങ്കിൽ പൊടിഞ്ഞു തുടങ്ങിയ മുറം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു മുറം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റിക്കോളൂ. നിങ്ങളുടെ വീട്ടിലെ ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ആ ഒരു മുറമാണ്.
മഹാലക്ഷ്മി വീട്ടിലേക്ക് വരില്ല, മൂദേവി വസിക്കുന്നിടത്ത് ലക്ഷ്മി ദേവി വരില്ല. ഇങ്ങനത്തെ മുറം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. മുറം വീട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പൊട്ടിയതും പൊളിഞ്ഞതുമായിട്ടുള്ള മുറം സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ മുറമില്ല എന്നുണ്ടെങ്കിലും അതിനെ കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരാനില്ല. പക്ഷെ ഇങ്ങനെയുള്ള മുറം ആരും സൂക്ഷിക്കാതിരിക്കുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് പൈപ്പോ സിങ്കോ അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്നാൽ ഇത് വളരെ വളരെ ദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ദുരിതം വിട്ടൊഴിയാത്ത സാഹചര്യം വന്നു ഭവിക്കും. വീട് വയ്ക്കുന്ന സമയത്ത് വാസ്തുവൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു 90% വീടുകളിലും പൈപ്പോ സിങ്കോ ഒന്നും തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരില്ല. അതൊക്കെ ശ്രദ്ധിച്ച് തന്നെയായിരിക്കും അവര് വീട് നിർമ്മിക്കുന്നത്. പക്ഷേ ചില വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ കുടിക്കാനുള്ളതായാലും അല്ലെങ്കിൽ അതുപോലെ മറ്റാവശ്യങ്ങൾക്കായാലും പാത്രത്തിൽ വെള്ളം നിറച്ചു വയ്ക്കും. ഇത് ഈ ഒരു തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വയ്ക്കും, അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. ആ ഒരു മൂലയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു കാരണവശാലും വെള്ളം നിറച്ച് വെക്കാൻ പാടില്ല. ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അടുക്കളയിൽ ചില വീട്ടമ്മമാർ മരുന്ന് സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. എടുക്കാനുള്ള സൗകര്യാർത്ഥമായിരിക്കും അടുക്കളയിൽ സൂക്ഷിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ മരുന്ന് സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത്. നമ്മൾ രോഗങ്ങൾ കുറയാൻ വേണ്ടിയിട്ടാണ് മരുന്ന് കഴിക്കുന്നത് അല്ലേ? എന്നാൽ അടുക്കളയിൽ നമ്മൾ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ കൂടത്തേ ഉള്ളൂ, കുറയില്ല. വീണ്ടും വീണ്ടും പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഏത് മരുന്നോ ആയിക്കൊള്ളട്ടെ, മരുന്നുകൾ ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കരുത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ മാറ്റുക. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീച്ച് വീട്ടമ്മമാർ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് കണി കാണാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് ചില വസ്തുക്കൾ കണി കാണുന്നത് വളരെയധികം ദോഷകരമാണ്. ആ ഒരു കണി, ശരിയായ രീതിയിലുള്ള കണിയാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ നയിക്കുന്നത്. അന്നത്തെ ദിവസത്തെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നത് ആ ഒരു അടുക്കളയിൽ നിന്നാണ്. ഈ കണി കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത്, ഒന്ന് കത്തി, കാലിപ്പാത്രങ്ങൾ, വേസ്റ്റ് പാത്രങ്ങൾ, ഇതൊന്നും തന്നെ രാവിലെ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് കണി കാണാനായിട്ട് പാടില്ല. വേസ്റ്റൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും രാത്രിയിൽ തന്നെ ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടുകൊണ്ട് അത് ഡസ്റ്റ്ബിൻ അടച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് പാത്രങ്ങൾ രാത്രിയിൽ കഴുകി വയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. രാവിലെ തന്നെ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദിവസം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇനി ഒരു വീട്ടമ്മയ്ക്ക് രാവിലെ തന്നെ അടുക്കളയിൽ കയറുന്ന സമയത്ത് കണി കാണാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്തു എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അത് ഗ്യാസിന്റെ മുകളിൽ അവിടെ വെക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കണി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വീട്ടമ്മമാരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ അടുക്കളയിൽ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്ത മറ്റൊരു വസ്തു എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവും പ്രസാദവുമാണ്. പലരും ക്ഷേത്രങ്ങളിൽ നിന്ന് വന്ന് നേരെ അടുക്കളയിലേക്ക് കയറും. ആ പ്രസാദം അടുക്കളയിലെ ആ ഒരു തട്ടിയുടെ മുകളിൽ അവിടെ വയ്ക്കും. ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഒട്ടുമിക്ക വീടുകളിലും അടുക്കളയിൽ നമ്മൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അശുദ്ധി ഇല്ലാത്തതുപോലെ നമുക്ക് കൊണ്ടുവയ്ക്കേണ്ട ഒരു വസ്തുവല്ല ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം. വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണത്. അപ്പോൾ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മളുടെ പ്രാർത്ഥനയ്ക്കായാലും നമ്മൾ ആ വഴിപാട് നടത്തിയോണ്ടായാലും ഫലം ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ അരി സൂക്ഷിക്കുന്ന സ്ഥാനമാണ്. അരി സൂക്ഷിക്കുന്ന സ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അരി സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമാണ്. സിങ്കിന്റെ സ്ലാബിന്റെ അടിയിൽ അരി ഒരു കാരണവശാലും നമ്മൾ സൂക്ഷിക്കാനായിട്ട് പാടില്ല. പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മൂദേവി കയറും, ദാരിദ്ര്യം വന്നു ഭവിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഒരു കാരണവശാലും അടുക്കളയിൽ വെക്കാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത്. ചൂല് നിങ്ങൾ അടുക്കളയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പണം കയ്യിൽ നിൽക്കാത്ത സാഹചര്യം വന്നു ഭവിക്കും. സാമ്പത്തിക നഷ്ടമാണ് ഫലമായിട്ട് പറയുന്നത്.
അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളൊക്കെയും നിങ്ങളുടെ വീട്ടിലെ ശരിയായ സ്ഥാനത്താണോ ഉള്ളത് എന്നത് തിരിച്ചറിയുക. ഇനി തെറ്റായ സ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഇതൊക്കെ ആവാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.